ഇവിടെ എന്റെ ഉമ്മാന്റെ കൈ കൊണ്ടുണ്ടാക്കിയ പെരുന്നാച്ചോറ്. തേങ്ങാച്ചോറാ? ഓ, കോഴി ബിരിയാണി. രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കണ്ടേ ഈ ചോറ്? തലേ ദിവസം പാതിരാത്രിയില് പിന്നാമ്പുറത്ത് കൂടി ഒന്ന് കഴിച്ചു പോകാനാണല്ലോ എന്റെ മോന്റെ യോഗം. പാതിരാത്രിക്ക് വിളമ്പിത്തരാനുമാണല്ലോ എന്റെ ഉമ്മാന്റെ യോഗം. യോഗം എന്ന് പറഞ്ഞാൽ അതാണ് ഉമ്മാ ലോകം. ഇവിടെ ഇരുന്ന് നല്ലോണം അങ്ങോട്ട് കഴിച്ചൂടിന്റെ കുട്ടി. ഒരിറ്റ് കഞ്ഞിന്റെ വെള്ളം അങ്ങോട്ട് എടുത്താ. അത് ശരി, മഹാനായ ബറാമി സാഹിബ് ഉറങ്ങിയിട്ടില്ല. എങ്ങനെ ഉറക്കം വരാനാ? ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾ ചില്ലറയൊന്നും അല്ലല്ലോ. ആ, ഇങ്ങോട്ട് തരീ. അയ്യോ, അത് ഉപ്പാക്ക്. പെരുന്നാൾ ദിവസമായിട്ട് ഇനി ബാപ്പയ്ക്കൊന്നും കൊടുത്തില്ലെന്ന് പരാതി വേണ്ട. നല്ല ഒന്നാം നമ്പർ കള്ള. പഴയതൊക്കെ ഓർമ്മിച്ചെടുക്കാനും ഓർമ്മിച്ച് കിടക്കാനും പറ്റിയ ലായനിയാ. അയ്യോ, എന്റെ മമ്പോർത്ത ഈ കാര്യത്തിൽ ഒരു തങ്ങളും ഇല്ല, ബദരീങ്ങളും ഇല്ല. കൊണ്ടുപോയി കുടിക്കും. സാഹിബിന് ഒരു ഉഷാർ വരട്ടെ. ചെല്ലുണ്ടുമ്മ, ഇങ്ങനെ പേടിക്കാത് പഴയ കാലമൊന്നും അല്ലല്ലോ. ചെല്ല്. പിന്നാമ്പറത്ത് 5,000-6,000 ആൾക്കാരുടെ ആ നേതാവ് വന്നിട്ടുണ്ടല്ലേ. അവനോട് പറഞ്ഞേക്കണം, ഇത് ഇച്ചിരി മട്ടുള്ള കള്ള, പള്ള കേടാവൂന്ന്. എന്തോ അപ്പൊ ഈ ബറാമി ഇമാതിരി ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ചേനാ? അതിൽ മട്ടുണ്ടായിരുന്ന